നമ്മുടെ കയ്യിൽ നിന്ന് എത്തിയിരിക്കുന്നത് Vivo V25. ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കളർ ചേഞ്ചിങ് ഫോൺ എന്ന് പറയുന്നു. നിറം മാറുന്ന ഫോണാണ്. എന്തായാലും പെട്ടിക്കകത്ത് നമുക്ക് ഫോൺ ഇരിപ്പുണ്ട്, അതിൻ്റെ അടിയിലായിട്ടൊരു സ്റ്റിക്കർ ഉണ്ട്. ആ ഒരു കമ്പാർട്ട്മെൻ്റ് എടുത്ത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടിക്കകത്ത് നമ്മുടെ കേസ് തരുന്നുണ്ട്. ഈ കേസിൻ്റെ അടിയിലായിട്ട് യൂസർ മാനുവലും വാറണ്ടി ഇൻഫർമേഷനും പിന്നെ ഒരു USB കേബിളും അതേപോലെ നമ്മുടെ സിം എജക്ടർ ടൂളും ഉണ്ട്. ആൻഡ് 44 വാട്ടിന്റെ ഒരു ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടില്ലേ, ഒരു പീക്കോ ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. സൈഡിലെ ബെസൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ iPhone 14 Pro സീരീസിന്റെ ഒക്കെ പോലെ തിളങ്ങുന്നുണ്ട്. ഫുള്ള് ഫിംഗർ പ്രിന്റ് ആണ്. ഫിംഗർ പ്രിന്റ് ഒക്കെ തുടച്ചു കഴിഞ്ഞാൽ കാണാൻ രസമുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷനാണ് ഒരു കളർ ചേഞ്ച് ആവുക എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് താഴെയായിട്ട് സ്പീക്കർ ഗ്രില്ലും അതേപോലെ USB Type-C പോർട്ടും നമ്മുടെ സിം ട്രേയും ഉണ്ട്. 2 സിം ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാനായിട്ട് പറ്റും. റൈറ്റ് സൈഡ് കാര്യമായിട്ടൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടണും അതേപോലെ ഓഡിയോ ബട്ടണും ഉണ്ട്. മുകളിലായിട്ട് നമുക്ക് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ 2 വലിയ ക്യാമറ മൊഡ്യൂളുകൾ കാണാം. സൈഡിൽ ഒരു കുഞ്ഞു ക്യാമറയും കാണാം. ഇത് 64 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒരു പ്രൈമറി ക്യാമറയാണ്. തൊട്ട് സൈഡിൽ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ നമുക്കൊരു 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലാഷും കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ അൾട്രാ വയലറ്റ് ടോർച്ച് കേട്ടോ. ഈ ഒരു അൾട്രാ വയലറ്റ് ടോർച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഒരു നീല കളറിലെ ലൈറ്റ് കത്തുന്നത് കാണാം. സോ നമ്മൾ ഈ ഒരു ടോർച്ച് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ ബാക്ക് സൈഡിലുണ്ടല്ലോ അതങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ബാക്ക് സൈഡ് അടിക്കുമ്പോൾ ഈ നീല കളർ ഒരുമാതിരി കരിഞ്ഞ പോലെയാവും, ഒരു കറുത്ത കളറായിട്ട് വരും. എന്താണ് ഇതുകൊണ്ടൊരു പ്രയോജനം എന്ന് എനിക്കറിയില്ല. ഞാനും ഈ ഫോൺ കിട്ടിയ സമയത്ത് ഇതേപോലെയൊക്കെ ചെയ്തു നോക്കി. പിന്നീട് അതിന് കാര്യമായിട്ട് ഗുണമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു വെറൈറ്റി സംഭവമാണ്, ആൾക്കാരെ കാണിച്ച് പറ്റിക്കുക. എന്തായാലും 6.44 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ആയിട്ടുള്ള AMOLED സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് ഒരു 90 ഹെർട്സിൻ്റെ സ്മാർട്ട് റിഫ്രഷ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. 90 അല്ലെങ്കിൽ 60. തുറന്നപ്പോൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. സോ ഫൺ ടച്ച് OS-ലാണ്, ഔട്ട് ഓഫ് ദ ബോക്സ് Android 12-ലാണ്. സോ അപ്ഡേറ്റുകൾ കിട്ടും. എന്തായാലും ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാം. ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അൺലോക്ക് ആവുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആണ്. ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിനകത്ത് മുഴുവനും ബ്ലോട്ട് വെയേഴ്സ് ഉണ്ട്. ലോക്ക് സ്ക്രീനിലെ പാടെ തന്നെ കുറേ നോട്ടിഫിക്കേഷൻസ് കണ്ടു. ബട്ട് വിവോ ഫോൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും സ്ക്രോളിംഗ് സ്മൂത്ത് ആണ്. പക്ഷെ 120 ഹെർട്സ് ഉപയോഗിച്ചവർക്ക് മേ ബി 90 ഹെർട്സ് കാണുമ്പോൾ ഇത് കുറച്ച് സ്ലോ ആണല്ലോ എന്ന് തോന്നിപ്പോവും. പക്ഷെ 90 ഹെർട്സ് തന്നെയാണ്. ഇതിനകത്തുള്ള പ്രോസസർ Dimensity 900 ഒക്ടാ-കോർ പ്രോസസറാണ്. ആൻഡ് 8GB റാമും 120GB സ്റ്റോറേജ് വേരിയന്റ് ആണ്. പിന്നെ റാം പ്ലസ് പരിപാടിയുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് റാം 8GB കൊണ്ട് കൂട്ടാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും ഗെയിം കളിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഗെയിമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പ്രോസസറിനകത്ത് ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കി. മാക്സ് സെറ്റിങ്ങിൽ വെരി ഹൈ ആ ഒരു സെറ്റിങ്ങിലാണ് വെച്ച് കളിക്കാൻ പറ്റിയത്. കളിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഹീറ്റിങ്ങും പ്രശ്നമൊന്നുമില്ല. സോ ഗെയിമിങ്ങിന് ഇറ്റ്സ് എ ഗുഡ് ഡിവൈസ്. ഹാർഡ് കോർ ഗെയിമിങ്ങിനല്ല, ഗെയിം കളിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ക്യാമറാസ് ആണ്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ബാക്കിൽ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ. എന്തായാലും ബാക്കിലെ ക്യാമറയിൽ വീഡിയോ നമുക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. 60 ഓപ്ഷൻ ഇല്ല, പക്ഷേ 60 ഫുൾ HD-നാണുള്ളത്. എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ വീഡിയോ ക്വാളിറ്റി അങ്ങനെ ഇഷ്ടപ്പെട്ടുള്ളൂ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ HDR ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ ചില സ്ഥലങ്ങളിൽ ഓവർ സാച്ചുറേഷൻ ഇടയ്ക്ക് ഡയറക്റ്റ് വെയിലൊക്കെ കണ്ടുവരുന്നു. അത് HDR-ൻ്റെ ഒരു ഇതാണ്. എന്തായാലും നല്ല സ്റ്റേബിളാണ് ഫൂട്ടേജസ്. 1080p 60 FPS എടുക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മൂത്താണ്. ഡിസപ്പോയിൻറ്റ് ചെയ്യിപ്പിക്കാത്ത ഒരു ക്യാമറ എന്ന് തന്നെ പറയാം. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ. നല്ല പഞ്ചി ആയിട്ടുള്ള ഫോട്ടോസ് വരുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. സ്കൈസ് ഒക്കെ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്. ഹൈ ഡൈനാമിക് റേഞ്ചും അടിപൊളിയാണ്. ഫോട്ടോഗ്രാഫിക്ക് ഈ ഫോൺ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പഞ്ചി ആയിട്ടുള്ള കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ. ആൻഡ് ഫോട്ടോസ് സർപ്രൈസിംഗ്ലി അൾട്രാ വൈഡിലും ഒരേപോലെയുള്ള കളർ സിഗ്നേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് സാധാരണ കാണുന്നത് റെയർ ആണ്. സോ ഇപ്രാവശ്യം വിവോ ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് കേട്ടോ. 50 മെഗാ പിക്സലിൻ്റെ. എന്താണെന്നറിയില്ല, അടിപൊളിയാണ് ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നത്. ഫോട്ടോസ് മാത്രമല്ല, വിവോ സെൽഫീസ് എന്ന് പറയുന്നത് നമ്മളെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാക്കുന്ന രീതിയിൽ കുറച്ച് ചെറിയ മിനുക്കുമണികളൊക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും ഹൈ ഡൈനാമിക് റേഞ്ച് ഒക്കെ അടിപൊളിയാണ്. ബാക്ക് സൈഡ് പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്. സെപ്പറേഷൻസ് ഉണ്ട്. സ്കൈസ് ഒക്കെ പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്യുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ HDR കുറച്ച് ഓവറായതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പലപ്പോഴും വളരെ നല്ല ഫൂട്ടേജ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈവൻ പോർട്രേറ്റ് മോഡും അടിപൊളിയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വ്ളോഗ് വീഡിയോസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രണ്ടിലും 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് 1080p 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക ഗൈസ്, സോ ഇൻട്രസ്റ്റിംഗ്ലി ഫ്രണ്ട് ക്യാമറ ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് 1080p 60 FPS-ലാണ്. പക്ഷേ 1080p അല്ലാതെ 4K 30 FPS-ലും എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മൈക്കിൽ നിന്നാണ് റെക്കോർഡാവുന്നത്. ഏകദേശം ഇത്തരത്തിലായിരിക്കും മൈക്രോഫോൺ ക്വാളിറ്റി. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ നേരെ ലൈറ്റിലേക്ക് നടക്കാം കേട്ടോ. ഫുള്ള് ഭയങ്കര വെയിൽ എൻ്റെ മുഖത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വെയിലിന് തൊട്ട് ഓപ്പോസിറ്റ് നോക്കാം കേട്ടോ. HDR എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എൻ്റെ മുഖം ഇപ്പോഴും കാണുന്നുണ്ട് നിങ്ങൾക്ക്. സോ HDR ഇസ് ഓൾസോ വർക്കിംഗ് ഫൈൻ. കൊള്ളാം.
ഫ്രണ്ട് ക്യാമറ മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഫോണിൻ്റെ അകത്ത് 21% ചാർജ് ഇപ്പോൾ ഉള്ളൂ. പക്ഷേ എൻ്റെ കൂടെ 44 വാട്ടിൻ്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. 4500 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഫ്ലാഷ് ചാർജിങ് ഉള്ളത് കൊണ്ട് ചട്ടപ്പട്ടേന്ന് ഈ സാധനം ചാർജ് ആവുന്നുണ്ട്. രണ്ട് വേരിയൻസിലാണ് വരുന്നത്. 8GB RAM 128GB ഇന്റേണലും 12GB RAM 256GB ഇന്റേണലും. ആൻഡ് ഇതൊരു 5G ഫോണാണ്. ബാൻഡുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ 5 ബാൻഡ് ഉണ്ട്. N1, N3, N41, N77, N78. സോ അത്യാവശ്യം കോമൺ ആയിട്ടുള്ള എല്ലാ ബാൻഡുകളും കിട്ടുന്നുണ്ട്. 2 MP മാക്രോ ക്യാമറ കുഴപ്പമില്ല. ഫോട്ടോ കണ്ടു. ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ ബാൻഡ് വൈഫൈ കിട്ടുന്നുണ്ട്. 5 GHz 2.4 GHz ബ്ലൂടൂത്ത് 5.2 വെർഷനാണ്. അതേപോലെ തന്നെ NFC-യുടെ സപ്പോർട്ട് ഇല്ല. ഓവറോൾ ഇത് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഫോണാണ്. 186 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നതും. സോ കയ്യിലൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ സുഖമാണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഡിസ്പ്ലേ നല്ല പഞ്ചി ആയിട്ടും ക്രിസ്പായിട്ടും ഒക്കെയാണ് തോന്നിയത്. ഔട്ട്ഡോറിൽ ഭയങ്കര വലിയ വെളിച്ചത്തിന്റെ അടിയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് ചെറിയൊരു വിസിബിലിറ്റി ഇഷ്യൂ തോന്നാം. പക്ഷെ അത് ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിലാണ് കുറച്ച് ഷെയ്ഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ കാണാം. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ ആണ്. ഫോൺ കിട്ടിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എന്തായാലും എൻ്റെ ഇനിഷ്യൽ ഉപയോഗത്തിൽ എനിക്ക് മനസ്സിലായത് കുഴപ്പമില്ല, ഗെയിം കളിക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്യാമറാസ് അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് സെൽഫീസ് ഇഷ്ടമാണെങ്കിൽ എടുക്കാം. ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. ബാറ്ററിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. സോ ഓവറോൾ എന്തായാലും ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോൺ, എനിക്ക് സെൽഫി എടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് പോകാം. ഫ്രണ്ടിലുള്ള 50 MP ഈസ് റിയലി ഗുഡ്. പക്ഷേ ഈ ഒരു 27,000 റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിൽ വേറെയും ഫോണുകൾ ലഭിക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ കളർ ചേഞ്ചിങ് ഫോൺ എന്ന് പറഞ്ഞ ഇന്നോവേഷനൊക്കെ ആ കളർ ആ ലൈറ്റ് അടിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും കളർ പഴയ പോലെ ആവും. സോ അതിൻ്റെ ഇന്നോവേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു മോഡ് പിടിപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫീച്ചർ ഒന്നുമല്ല. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.